കിടക്കുന്നത് ഈ സിറ്റൗട്ടിൽ കിടക്കും. പത്തനംതിട്ട അടൂർ ആനന്ദപ്പള്ളിയിൽ ലോൺ തിരിച്ചടവ് മുടങ്ങിയതിനാൽ ആക്സിസ് ബാങ്ക് ജീവനക്കാരത്തെ ജപ്തി ചെയ്ത ഒരു കുടുംബത്തിലാണ്, ഒരു വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 16 ദിവസമായി ഈ വീട്ടുകാർ ഈ വീടിൻ്റെ സിറ്റൗട്ടിലാണ് താമസിക്കുന്നത്. ഈ ചെറിയ സൗകര്യത്തിലാണ് ഈ അച്ഛനും അമ്മയും, ഇവർ രണ്ടുപേർക്കും ഹൃദ്രോഗികളാണ്. ഇവർ ഈ ചെറിയ സൗകര്യത്തിലാണ് ജീവിക്കുന്നത്. ഇവർക്ക് ഒന്ന് കഞ്ഞി വെച്ച് കുടിക്കാൻ പോലുമുള്ള സ്ഥലം ഇവിടെ ഇല്ല. വളരെയധികം ദുരിതത്തിലാണ് ഇവരിപ്പോൾ. ഏതാണ്ട് 8 ലക്ഷത്തിലധികം രൂപയാണ് ഇവർക്ക് തിരിച്ചടയ്ക്കാനായിട്ടുള്ളത്. 8 ലക്ഷത്തോളം രൂപ തന്നെയാണ് ഇവർ ലോൺ എടുത്തിട്ടുള്ളത്. അതിനകത്ത് 4 ലക്ഷത്തോളം രൂപ തിരിച്ചടച്ചിട്ടുണ്ട്. എങ്കിലും പലിശ ഉൾപ്പെടെ ചേർന്നിട്ട് ഇപ്പോൾ 9 ലക്ഷത്തോളം രൂപ തിരിച്ചടയ്ക്കാനുണ്ട്. നോട്ടീസ് ഉൾപ്പെടെയുള്ള നടപടി കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയ ശേഷം ജപ്തിയിലേക്ക് പോവുകയായിരുന്നു എന്നാണ് ബാങ്ക് ജീവനക്കാർ നൽകിയിട്ടുള്ള വിശദീകരണം. നമുക്ക് ഇവരുടെ തന്നെ പ്രതികരണങ്ങളിലേക്ക് പോകാം. അമ്മ, ഇപ്പോൾ 16 ദിവസമായി ഇവിടെ സിറ്റൗട്ടിലാണ് താമസം. കിടക്കുന്നത് ഈ സിറ്റൗട്ടിൽ കിടക്കും. ബന്ധുക്കളോട് ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ ഇങ്ങനെ? ബന്ധുക്കളെന്ന് എല്ലാവരും അറിഞ്ഞ് അവർക്ക് ഇതിനുള്ള സാമ്പത്തിക ശേഷി എല്ലാവർക്കും, എല്ലാം കൂലിപ്പണിക്കാരൊക്കെ അല്ലേ. ഈ ചേട്ടനും ഹൃദ്രോഗിയാണ്. മാസങ്ങളായി മരുന്ന് കഴിക്കുന്ന ആളാണ്. ഗുരുതര ഹൃദ്രോഗത്തിന് മരുന്ന് കഴിക്കുന്ന ആളാണ്. പെയിൻറ്റിങ് ജോലി ചെയ്ത് ജീവിച്ചിരുന്ന ഇദ്ദേഹത്തിന് ഇപ്പോൾ തൊഴിലിന് പോലും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, അദ്ദേഹം അതീവ അവശനാണ്. എന്തായിരുന്നു ഈ ലോൺ എടുക്കാനുണ്ടായ ഒരു സാഹചര്യമൊക്കെ? വീട് വെക്കാൻ അവർ തരുന്ന പൈസ കൊണ്ട് തികയത്തില്ലെന്നറിയാം. അതിന് മൊത്തം ചെയ്യുന്നുണ്ടെങ്കിൽ മൊത്തം പണി അങ്ങ് തീർത്ത് ചെയ്യണം. പിന്നീട് അതിനൊരു ബാലൻസ് കിടക്കരുത് എന്ന് വിചാരിച്ചാണ് ഈ ലോൺ എടുത്തത്. അത് അടച്ചെന്ന് പറഞ്ഞാൽ അന്ന് അവൻ ദുബായിലായിരുന്നു. പിന്നെ ഈ കൊറോണ വന്നുകൊണ്ടെങ്കിൽ അവനെ കയറ്റി വിട്ടു. ഈ മകനാണോ ലോൺ എടുത്തത്? മകനും ഞങ്ങൾ 3 പേരൂടെ ചേർന്നാണ് എടുത്തത്. അപ്പോൾ അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അടയ്ക്കാൻ അവനെ കൊണ്ട് പറ്റിയിട്ടില്ല. അന്നേരം കൃത്യമായിട്ട് 4 വർഷം 3 വർഷം കൃത്യമായിട്ട് അറിയത്തില്ല. 4 ലക്ഷം രൂപ അവൻ കൃത്യമായിട്ട് അടച്ച്. പിന്നെ വന്നിപ്പോൾ അവന് പണിക്ക് പോകുന്ന വല്ലപ്പോഴും വല്ല ഓട്ടം കിട്ടി പോയെങ്കിൽ പോയില്ല. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടെങ്കിൽ അവന് നേരത്തെ പറഞ്ഞ അച്ഛാ എന്നെ കൊണ്ട് ഇനി പറ്റത്തില്ല, എടുക്കുന്നതെല്ലാം എടുത്ത് അടച്ച അവന് വയ്യ. നിങ്ങൾക്ക് എന്തൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകളാണുള്ളത് രണ്ടുപേർക്കും? എനിക്കിപ്പോൾ ഈ രണ്ട് പ്രാവശ്യം അറ്റാക്ക് വന്നു. മോളെ കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞാണ് എനിക്ക് ഈ അസുഖം ഉണ്ടായത്. അത് കഴിഞ്ഞ് പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് ചികിത്സ കഴിഞ്ഞ് പിന്നെ ഇപ്പം രണ്ടാമത് വന്നുണ്ടെങ്കിൽ കോട്ടയത്താണ് കൊണ്ട് അവർ പറഞ്ഞ് തിരുവനന്തപുരത്ത് പോയിട്ട് കഥയില്ല, കോട്ടയത്ത് പോകണം. കോട്ടയത്ത് ചെന്നുണ്ടെങ്കിൽ അവരാ പറഞ്ഞത് തലച്ചോറിനകത്ത് ബ്ലഡ് കോട്ടിങ് ആവുന്നുണ്ട്. അത് നേരത്തെ അറിഞ്ഞാൽ തിരുവനന്തപുരത്ത് പോയപ്പോഴേ അറിഞ്ഞു. അന്ന് തൊട്ടേ ഗുളിക കഴിക്കുക. ഒരു ഗുളികയ്ക്ക് 130 രൂപ വിലയാണ്. രാവിലെ ഓർമ്മ വൈകിട്ട് ഓർമ്മ. ഒരു ദിവസം കഴിഞ്ഞില്ലേ പിന്നെ അതെങ്ങോട്ടാണ് പോകുന്നത് നമ്മളെ. ഇനി എത്ര രൂപയോളം തിരിച്ചടയ്ക്കാനുണ്ട് ബാങ്കിൽ? എത്ര ഉണ്ടെന്ന് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ 9 ലക്ഷത്തിന് മേളിൽ വരും അടയ്ക്കാനുള്ളത്. 9 ലക്ഷത്തിന് മേളിൽ എന്ന് പറയുമ്പോൾ എത്ര മാസത്തെ അടവ് മുടക്കി? 10 ലക്ഷം ചില്ലറയുണ്ട്. പക്ഷേ ഒന്നിച്ചടയ്ക്കുവാണെങ്കിൽ ചിലപ്പോൾ കുറവ് ചെയ്ത് തരുമായിരിക്കും. കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. മക്കൾക്ക് ഈ ലോൺ അടയ്ക്കാനുള്ള ഒരു സാമ്പത്തികം ഒന്നുമില്ല. ഉണ്ടെങ്കിൽ അവൻ നമുക്ക് ഇങ്ങനെ വരുമോ? ഈ മക്കളുടെ കൂടെ നിൽക്കാത്തത് എന്താ? പോയി പുള്ളി വരത്തില്ല, ഇവിടം വിട്ട് വരത്തില്ല, ഈ വീട് വിട്ട് എങ്ങോട്ടും വരത്തില്ല. നല്ല മനസ്സുള്ള ആരെങ്കിലും ഈ കുടുംബത്തെ സഹായിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്നും ഈ കുടുംബം ഉള്ളത്. ആനന്ദപ്പള്ളിയിൽ നിന്നും നന്ദുഷ എസ്, മീഡിയ 1, പത്തനംതിട്ട.